ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. ആംപ്ലിഫയറോ സ്പീക്കറോ ഇലക്ട്രോണിക്സ് അങ്ങനത്തെ ഒന്നുമല്ല. വിമാനങ്ങളുടെ വിൻഡോ എന്തുകൊണ്ടാണ് റൗണ്ട് ഷേപ്പിൽ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയം. അപ്പോൾ എനിക്ക് തോന്നുന്നു വിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എയ്റോപ്ലെയിൻ എന്ന് പറയുന്നത് കാണുന്നു ഇപ്പം എത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരായാൽ പോലും ഒരു വിമാനം പറന്നു പോകുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കും. അപ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് നമുക്ക് ആ ഒരു എയർപോർട്ടിൻ്റെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അത് ഒരുപാട് ആൾക്കാർ കാണുന്നതിന് വേണ്ടി അവിടെ പോകുന്നുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പോകുന്നത്. വിമാനങ്ങളുടെ ഗ്ലാസ് എന്തുകൊണ്ടാണ്, അതായത് വിൻഡോ ഗ്ലാസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒരു അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ ഇരിക്കുന്നത് എന്നും വളരെ ചെറുതും ആയിരിക്കും. നമ്മൾ ഫ്ലൈറ്റിനകത്ത് ഇപ്പം നമ്മൾ ബസ്സിനകത്തോ ട്രെയിനിനകത്തൊക്കെ വരുമ്പോഴുള്ള വിൻഡോ നല്ല വലിപ്പം കാണും. പക്ഷേ എന്തുകൊണ്ടാണ് ഫ്ലൈറ്റിൻ്റെ വിൻഡോ വളരെ ചെറുതും ഓവൽ ഷേപ്പിലും ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്രകളാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഓരോ ദിവസം ആയിരക്കണക്കിന് വിമാനങ്ങൾ പറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും എത്തുന്നത്. എന്നാലും ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ എന്നുള്ള രീതിയിൽ ചെറുതും വലുതുമായിട്ടുള്ള വിമാനാപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രാമാർഗമായിട്ട് തന്നെയാണ് നമ്മളുടെ വിമാനങ്ങളുടെ യാത്ര പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എന്നാലും ഏറ്റവും അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള രീതിയിലുള്ള യാത്രയും കൂടെയാണ് വിമാനം. കാര്യം ഭൂമിയിലും അല്ല ആകാശത്തും ആണെങ്കിൽ പോലും ആകാശത്തിനും ഭൂമിയും ഇടയ്ക്കൂടെയുള്ള ഒരു യാത്രയാണ് വിമാനയാത്ര. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി, ഇപ്പോൾ ഫൈറ്റർ ജെറ്റ് പോലുള്ള വിമാനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും പൈലറ്റിന് താഴെ എത്താൻ പറ്റും. അതിനുള്ള ടെക്നോളജി ഇന്ന് അവരുടെ ആ വിമാനങ്ങളുണ്ട്. പക്ഷേ യാത്രാ വിമാനങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പൈലറ്റിന് താഴോട്ട് വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാര്യം ഇത്രയും ആൾക്കാരുടെ ജീവൻ ഈ പൈലറ്റുമാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പറ്റാത്ത രീതിയിൽ മാക്സിമം വിമാനത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് തന്നെയാണ് വിമാനം തകർന്ന സമയത്ത് ആൾക്കാരുടെ കൂടെ പൈലറ്റ് മരിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാലും ഈ വിമാനങ്ങളുടെ എൻഡ് ടു എൻഡ് ഭയങ്കര സേഫ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ ടയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സേഫ്റ്റി എന്നുള്ള ഒരു ഇത് വച്ചിട്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഏറ്റവും സേഫായിട്ടുള്ളൊരു ഭാഗമാണ് വിൻഡോ അല്ലെങ്കിൽ ജന്നാല എന്ന് പറയുന്ന ഒരു ഭാഗം. ആ ഒരു ഭാഗം വളരെ ചെറുത് ആയിരിക്കും, കൂടാതെ തന്നെ വൃത്താകൃതിയിലും ആയിരിക്കും. അതിനുള്ള ഒരു കാരണമാണ് ഞാനിനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ വിമാനങ്ങൾ പല രീതിയിലുണ്ടായിരുന്നു. പ്രൊപ്പല്ലർ വെച്ചിട്ട് പറക്കുന്ന വിമാനം, അങ്ങനെയുള്ള അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. റൈറ്റ് സഹോദരന്മാരാണ് ഫസ്റ്റ് വിമാനം കണ്ടുപിടിച്ചെന്നുള്ള എല്ലാവർക്കും അറിയാം. മുമ്പേ പരീക്ഷണങ്ങൾ പല രീതിയിൽ നടന്നിട്ടുണ്ട്. എന്നാലും ഒരു സക്സസ് ആയിട്ടുള്ളൊരു വിമാനത്തിന് പറക്കൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച ആ ഒരു കാലഘട്ടമാണ്. ഓക്കെ, എന്നാലും അത് കഴിഞ്ഞ് കുറേ വിമാനങ്ങൾ പല രീതിയിൽ കണ്ടുപിടിച്ചു. എന്നാലും 1952 കോമറ്റ് എന്ന് പറയുന്ന ഒരു വിമാനമാണ് ആദ്യമായിട്ടൊരു തരംഗം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. ആ വിമാനങ്ങളുടെ പ്രത്യേകത വെച്ചാൽ ജെറ്റ് എഞ്ചിൻ വെച്ചിട്ടാണ് ആ വിമാനങ്ങൾ പറന്നത്. കൂടാതെ തന്നെ നോർമലി ഈ ചെറിയ വിമാനങ്ങൾ പറക്കുന്നതിൽ അപ്പുറം അത് കുറച്ചും കൂടെ ഉയരത്തിൽ പറക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ, അതായത് അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ ഭാഗത്തൂടെ, അതായത് ഉയരം കൂടുന്ന ഒരു അവസ്ഥയിൽ അന്തരീക്ഷ മർദ്ദം വളരെ കുറവായിരിക്കും. നോർമലി നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലുള്ളതിനെക്കാട്ടി മർദ്ദം കുറവാണ് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച്. അപ്പോൾ ആ വിമാനം അങ്ങനെ മുകളിലേക്ക് പറക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദം കുറഞ്ഞ ഭാഗത്ത് വിമാനം പറക്കുമ്പോൾ കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ ഇന്ധന ക്ഷമത കിട്ടുന്നു. കൂടാതെ തന്നെ കുറച്ചും കൂടെ സ്പീഡിൽ പറന്നു പോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഈ കോമറ്റ് വിമാനങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രത്യേകത കോമറ്റ് വിമാനങ്ങൾക്ക് കൈവരിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ ഈ വിമാന നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കരിയറിൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വിപ്ലവം സംഭവിച്ചു, അല്ലെങ്കിൽ മാറ്റം തന്നെ സംഭവിച്ചു. കുതിച്ച് ഉയരുകയായിരുന്നു. അങ്ങനെ കുതിച്ചു വരുന്ന അവസ്ഥയിലും അവിടെ അന്നത്തെ വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കോമറ്റ് വിമാനങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള വിമാനങ്ങളുടെ വിൻഡോ സ്ക്വയറിലായിരുന്നു. കാര്യം അത് പറക്കുന്ന ഒരു പൊക്കം വളരെ താഴ്ന്നൊക്കെയാണ് പറന്നുകൊണ്ടിരുന്നത്.
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ വിമാനം താഴ്ന്നാണ് പറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡിൽ പറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു കുറവായിട്ട് കണ്ടു. അങ്ങനെ സ്പീഡിൽ പറക്കാത്തൊരവസ്ഥ വരുന്നതിനനുസരിച്ച് ഇന്ധന ക്ഷമത കുറയും. താഴ്ന്ന് പറക്കുമ്പോൾ ഇന്ധന ക്ഷമത കുറയും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കൂടുതൽ ഇന്ധനം അവിടെ കത്തിത്തീരും. അപ്പോൾ അത് നഷ്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ കോമറ്റ് വിമാനങ്ങൾ നല്ല ഉയരത്തിൽ അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദം കുറഞ്ഞ സ്ഥലത്തൂടെ പറക്കുമ്പോൾ കൂടുതൽ സ്പീഡിൽ പറക്കാൻ പറ്റുന്നു എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇന്ധനക്ഷമതയും അവിടെ കൂടുതലായിട്ട് കിട്ടി. പെട്ടെന്ന് ആൾക്കാർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുറച്ചും കൂടെ സ്പീഡിൽ എത്താൻ പറ്റി എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ആ ഒരു കാരണത്തിൽ തന്നെ കോമറ്റ് വിമാനങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് ഫേമസ് ആയി എന്നുള്ളതാണ്. പക്ഷേ അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമറ്റ് വിമാനങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ് ഗ്ലാസ് ആയിരുന്നു. അതിന് മുമ്പേ വരെയുള്ള ഈ എഞ്ചിനീയേഴ്സിന് ഈ സ്ക്വയർ ഷേപ്പ് ഗ്ലാസിനെ കുറിച്ച് അവരങ്ങനെ വലിയ ഒരു ധാരണ ഇല്ലാതെ, അല്ലെങ്കിൽ അതിന് വലിയ ഇത് കൊടുത്തിട്ടില്ല, ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വിമാനം താഴ്ന്ന് പറക്കുമ്പോൾ നോ പ്രോബ്ലം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കോമറ്റ് വിമാനങ്ങൾ ഉയരം കൂടി പറന്നപ്പോഴും സ്പീഡിൽ പറന്നപ്പോഴും ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിമാനം മുകളിൽ കൂടെ പറക്കുന്നൊരവസ്ഥ, സ്പീഡുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുറത്തുള്ള അന്തരീക്ഷ മർദ്ദം കുറവാണ്. അപ്പോൾ വിമാനത്തിനകത്തുള്ള അന്തരീക്ഷ മർദ്ദം സ്വാഭാവികമായിട്ടും കൂടുതലുമായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ന് വെച്ചാൽ സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസ്, ഇപ്പോൾ 4 സമചതുരത്തിലുള്ള ഗ്ലാസ് ആണെങ്കിൽ അതിന് 4 അറ്റം കാണും. ആ 4 അറ്റങ്ങളിലും വിമാനത്തിനകത്തുള്ള പ്രഷർ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ വളരെ പ്രഷർ ചെലുത്തും. അതായത് പ്രഷർ അറിയാമല്ലോ, നമുക്കിപ്പോൾ കാറ്റടിക്കുന്നത് എങ്ങനെയാണ്? മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്നും മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് വായു സഞ്ചരിക്കുന്ന സമയത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു സംഭവം സഞ്ചരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഫീലാണ് കാറ്റ്. അതാണ് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാറ്റായിട്ട് തോന്നും. പക്ഷെ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദം കുറഞ്ഞ സൈഡിലേക്ക് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നും കുറച്ച് വായു സ്പീഡിൽ പോകുന്നു എന്നുള്ളതാണ്. അതാണ് കാറ്റായിട്ട് സംഭവിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ടെക്നിക്കലി ആ ഒരു രീതിയിൽ പറയാത്തത്, വളരെ ശുദ്ധമായിട്ടുള്ള മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ അതേ സംഭവം തന്നെയാണ് വിമാനം മുകളിൽ കൂടെ പറക്കുന്ന സമയത്ത്, 10-30,000 അടി മുകളിൽ കൂടെ പറക്കുന്ന സമയത്ത് അവിടെ മർദ്ദം കുറവാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിമാനത്തിനുള്ളിൽ മർദ്ദം കൂടുതലായിരിക്കും. അപ്പോൾ അകത്തുള്ള മർദ്ദം വിമാനത്തിന്റെ ഈ സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസിന്റെ ഓരോ 4 സൈഡിലും കേന്ദ്രീകരിച്ച് കൂടുതൽ ബലം അവിടെ ചെലുത്തുന്നു. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്ലാസ് കട്ട് ചെയ്ത് എടുക്കുന്നത് നമുക്കറിയാം. ഗ്ലാസ് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം സ്ക്വയറിൽ കട്ട് ചെയ്ത് അത് പെർഫെക്റ്റ് ആയിരിക്കില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ആ കട്ടി കുറഞ്ഞ അഗ്രങ്ങളിൽ കൂടെ വിള്ളലുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒന്നാമത്തെ വിമാനം സ്പീഡിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പീഡിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുള്ള എയർ ആ ഒരു വിമാനത്തിന്റെ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ വിമാനത്തിൽ ഉരಸಿ പോകുന്നുണ്ട്. കൂടാതെ തന്നെ അകത്ത് മർദ്ദം കൂടുതലാണ്. അപ്പോൾ ഈ 2 കാരണങ്ങളും കൊണ്ട് തന്നെ ഈ അകത്തുള്ള മർദ്ദം ഈ നമ്മുടെ ഗ്ലാസിനെ കേന്ദ്രീകരിച്ച് വയ്ക്കുന്നു എന്നുള്ളതാണ്. മാക്സിമം അതിനെ മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. പുറത്തും ഒരു കാറ്റിന്റെ എയർ പ്രഷർ വരുന്നുണ്ട്. പ്രഷർ മീൻസ് ഈ സ്പീഡിൽ പോകുമ്പോഴുണ്ടാകുന്ന കാറ്റ്. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ഇരുന്ന് പോകുന്ന സമയത്ത്, ട്രെയിനിൽ ഇരുന്ന് പോകുന്ന സമയത്ത് നമുക്ക് മുഖത്തൊക്കെ കാറ്റടിക്കുന്ന പോലെ തന്നെ ഒരു എയർ ഫ്ലോ അവിടെ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാലും മർദ്ദം പുറത്ത് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു മർദ്ദം വിൻഡോയുടെ ഗ്ലാസിന്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസിന്റെ അഗ്രങ്ങളിൽ കേന്ദ്രീകരിച്ച് ഗ്ലാസ് പൊട്ടും. അങ്ങനെ പൊട്ടുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ ഒന്നിൽ അകത്ത് നല്ല രീതിയിൽ പ്രഷറിൽ അടിച്ചു കയറുന്ന സമയത്ത് വിമാനത്തിന്റെ ബാലൻസ് തെറ്റുന്നു. വിമാനം നേരെ താഴേക്ക് വലിക്കുന്നു, അപകടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനിടയിൽ പല സംഭവങ്ങളും സംഭവിക്കും. കാര്യം ഈ ഗ്ലാസ് പൊട്ടുന്ന സമയത്ത് മനുഷ്യന് ഉള്ള ഈ ചെവിയിൽ നിന്നും വായിന്നും മൂക്കിന്നൊക്കെ ബ്ലഡ് വരുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് സംസാരിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 2 വിമാനങ്ങളാണ് ആ രീതിയിൽ തകർന്നത്. അപ്പോൾ എഞ്ചിനീയേഴ്സ് പഠനം നടത്തിയപ്പോഴും അവർ കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: സ്ക്വയർ ഷേപ്പിലുള്ള ഗ്ലാസ് അതിൽ വച്ചത് കൊണ്ടാണ്, വിമാനത്തിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അവർ കണ്ടെത്തിയത്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു. അതിനുശേഷം ഈ കോമറ്റിന് ശേഷം 1952 കോമറ്റ് വിമാനങ്ങൾക്ക് ശേഷം ഈ അപകടം സംഭവിച്ചതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ നാട്ടിലിപ്പം കാണുന്ന എല്ലാ വിമാനങ്ങൾക്കും റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസ് കൊടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഗ്ലാസ് വളരെ ചെറുതായിട്ട്, ഇപ്പോൾ നമ്മൾ വിൻഡോയിൽ ഇരിക്കുന്നത്, ഇപ്പോൾ ട്രെയിനിലായാലും ബസ്സിലൊക്കെ ആണെങ്കിലും വലിയ വിൻഡോയാണ്.
പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഈ ഫ്ലൈറ്റിൽ റൗണ്ട് ഷേപ്പിലുള്ള ചെറിയ ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം മർദ്ദം എന്നുള്ളൊരു സംഭവം തന്നെയാണ്. കാര്യം നമുക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഒരു ലക്ഷ്യമായിട്ടുള്ളത്. പിന്നെ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് അവർ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ഒരു പുറത്തുള്ള കാഴ്ച കാണുക എന്നുള്ളത് മാത്രമാണ് അതിന് അവിടെ ഒരു ഉപയോഗമുള്ളത്. പിന്നെ വിമാനത്തിനകത്ത് ചെറിയ ഗ്ലാസ് ഉപയോഗിക്കുന്നതിന് കാരണം ഈ പറഞ്ഞ പോലെ മർദ്ദത്തിന്റെ ഒരു കേസാണ്. വലിയ ഗ്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പൊട്ടുന്നതിനുള്ള കാരണം ആവാം. ഈ ഗ്ലാസ് പൊട്ടി അപകടം ഉണ്ടാകാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ റൗണ്ട് ഗ്ലാസ് ആണെങ്കിൽ പോലും അത് ചെറുതാക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൂടുതൽ വിമാനത്തിനുള്ളിലേക്ക് കടന്ന് വരാതിരിക്കുന്നതിന് അവിടെ ഈ ഒരു ഗ്ലാസ് ചെറുതാവുന്നതിന് കാരണമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് വിമാനങ്ങളുടെ ഗ്ലാസ് റൗണ്ട് ഷേപ്പിൽ ഉള്ളത് എന്നുള്ളത്. അതിനി എത്ര വർഷം പോയാലും പല മോഡലിലുള്ള വിമാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഓരോ വർഷത്തും ഓരോ ടെക്നോളജിയുള്ള വിമാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്. എന്നാലും എന്ത് ടെക്നോളജി വന്നാലും എന്ത് രൂപകൽപ്പനയിൽ മാറ്റം വന്നാലും ഒരിക്കലും ഗ്ലാസിന്റെ റൗണ്ട് ഷേപ്പിൽ ഓവൽ ഷേപ്പിന് ഒരിക്കലും മാറ്റം വരത്തില്ല. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മർദ്ദത്തിന്റെ ഏറ്റക്കുറച്ചിൽ ഒരിക്കലും റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസ്സിൽ ബാധിക്കില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ സ്ക്വയർ ആക്കി കഴിഞ്ഞാൽ ഇനിയും അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിമാനത്തിന്റെ ഒരു ചെറിയൊരു സൈഡിനെ കുറിച്ച്, ഗ്ലാസിനെ കുറിച്ചാണ്. ഗ്ലാസ് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, എന്നാലും ആ ഗ്ലാസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്സ്, ആംപ്ലിഫയർ, സ്പീക്കേഴ്സ് അങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ കാണാനും താല്പര്യമുള്ള ആൾക്കാർ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ, സീ യു.